എന്നാണ് നമ്മുടെ നബിദിനം എന്ന് ഒരു സഹോദരൻ ചോദിച്ച ചോദ്യമാണ്. അടുത്തിടെ ഇസ്ലാം സ്വീകരിച്ച ഒരു സഹോദരൻ, അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി ചോദിച്ചതാണ്, എന്നാണ് നബിദിനം എന്ന്, എന്നാണ് പെരുന്നാൾ എന്ന ചോദ്യം നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം വളരെ പുതുമയുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേട്ടതും കണ്ടതും മനസ്സിലാക്കിയതുമൊക്കെ അങ്ങനെ ഒന്നിനെക്കുറിച്ചാണ്. സത്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആഗ്രഹിക്കലും നബിയെ ആഘോഷിക്കലും ഒക്കെ നമുക്കെല്ലാ ദിവസവും വേണ്ടതാണ്. അപ്പോൾ എന്നാണ് നമ്മുടെ നബിദിനം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്കെല്ലാ ദിവസവും നബിദിനമാണ് എന്നതാണ്. ഞാൻ ആ സഹോദരനോടും അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാ ദിവസവും നബിദിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപദാനങ്ങൾ എല്ലാ ദിവസവും എല്ലാ മൂമെൻറ്റിലും നമ്മൾ ഉയർത്തേണ്ടതുണ്ട്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. ഒരായുസ് കൊണ്ട് ലോകാന്ത്യം വരെയുള്ള മനുഷ്യർക്കാവശ്യമായ പ്രകാശവും പ്രഭയുമൊക്കെ പരത്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയത്. വഹി അഥവാ ദിവ്യ സന്ദേശം, അതുമാത്രമല്ല, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, ഈ രണ്ട് സംഗതികളിൽ നിന്ന് സമൂഹത്തിന് വലിയ ദിശാബോധം നൽകി സമൂഹത്തെ പ്രചോദിപ്പിച്ച, പഠിപ്പിച്ച വിശ്വഗുരുവാണ്, മുഅല്ലിമുൽ ആലമാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല, ലോക സമൂഹം മുഴുവൻ അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നു, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അദ്ദേഹത്തെ മാതൃകയാക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 15 നൂറ്റാണ്ടുകൾ കടന്നുപോയി. എന്നിട്ടും ഇപ്പോഴും ഒരു വലിയ സംഘം മനുഷ്യരിലൂടെ നബി തിരുമേനി ജീവിച്ചിരിക്കുന്നുണ്ട്. നബിയുടെ മൂല്യങ്ങൾ, നബി ജീവിച്ചു കാണിച്ചു തന്ന മാതൃകകൾ എല്ലാം ലൈവായി ഇന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നുമല്ലാത്ത ഒരു സമൂഹത്തിൽ ഒന്നുമല്ലാതെയായി ജനിച്ചതാണ് നബി. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രമറിയാം. നമ്മൾ തന്നെ നബി തിരുമേനിയുടെ ചെറുപ്പകാല ചരിത്രം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വിവരിച്ചിരുന്നല്ലോ. അങ്ങനെ ജനിച്ചു വളർന്ന് ഈ ലോകത്ത് ഒരു മനുഷ്യനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഏറ്റവും ഉന്നതങ്ങളിലെത്തിയ വ്യക്തിത്വമാണ് നബി.
അതിലേറ്റവും മനോഹരമായ വ്യക്തിത്വം, ഒരാളുടെ പേഴ്സണാലിറ്റി സമൂഹത്തെ ഒന്നാകെ ഒരു മാറ്റത്തിന് വിധേയപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്നതാണ്. അതാണ് എപ്പോഴും ഒരാളുടെ വ്യക്തിത്വം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അതാണ്. അങ്ങനെ ചില ആളുകളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. നമ്മളൊക്കെ ചരിത്രത്തിൽ അങ്ങനെ ചില ആളുകളെക്കുറിച്ച് വായിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം സമൂഹത്തിൽ വമ്പിച്ച ചേഞ്ചുണ്ടാക്കിയത്, ഒരു പ്രദേശം മുഴുവൻ അദ്ദേഹത്തെ കൊണ്ട് മാറി എന്നൊക്കെ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ആ കാലഘട്ടത്തെ സമൂഹം വിളിച്ചത്, ചരിത്രം വിളിച്ചത്, തത്വശാസ്ത്രജ്ഞർ വിളിച്ചത് ഡാർക്ക് ഏജ് എന്നാണ്, ജാഹിലിയ പീരിയഡ് എന്നാണ്. ആ പീരിയഡ് യഥാർത്ഥത്തിൽ ഡാർക്കനായിരുന്നു. ആ ഡാർക്ക് ഏജിൽ ജീവിച്ച് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ സമൂഹത്തെ പരിപൂർണമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കി. എന്ന് മാത്രമല്ല, നബി തിരുമേനിയുടെ ജീവിതത്തിൻ്റെ സവിശേഷത ആർക്കും ഫോളോ ചെയ്യാവുന്ന, അനുധാവനം ചെയ്യാവുന്ന ലളിതമായ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയായിരുന്നു നബി തിരുമേനി. ലളിതമെന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്ന അർത്ഥത്തിലല്ല ഞാൻ ലളിതമെന്ന് പറഞ്ഞത്. മറിച്ച് മലയാള ഭാഷയിൽ ലളിതം എന്ന വാക്കിന് മറ്റൊരാശയമുണ്ട്. അത് മനോഹരം എന്നാണ്. തിരുമേനിയുടെ ജീവിതത്തോളം മനോഹരമായ മറ്റൊരു ജീവിതത്തെ കാണാൻ സാധ്യമല്ല. ഭംഗിയുള്ള ജീവിതം. ആ ഭംഗിയാണ് നബി തിരുമേനി ജീവിതത്തിലൂടെ നമ്മുടെ മുമ്പിൽ വെച്ചത്. ഒരു മാറ്റത്തിരുത്തലിന് സാധ്യതയില്ലാത്ത വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് ഉറക്കെ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. സൂറത്തു അഹ്സാബിലെ ഒരു വചനമാണത്. അതിമനോഹരമായ ഒരു വചനം, നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു വചനമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. തിരുമേനി അതായിരുന്നു, ഒരു മോഡലായിരുന്നു. ഇന്ന് നമുക്കൊരു മോഡലിനെ എടുത്തു കാണിക്കാനില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമൂഹത്തെ നയിക്കുന്ന മനുഷ്യരുടെയൊക്കെ ചിത്രം, അവരുടെ ഒറിജിനൽ ചിത്രം പുറത്തു വരുമ്പോൾ നമുക്കവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്ത വിധം മ്ലേച്ഛമായതാണ്. നമ്മുടെയൊക്കെ നാടുകളിലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അത്തരം മനുഷ്യരെക്കുറിച്ചുള്ള സംസാരങ്ങളാണ്. മ്ലേച്ഛത കൊണ്ട് സംസാരിക്കപ്പെടുന്ന തിരുമേനി അങ്ങനെയായിരുന്നില്ല. ഏതൊരു വിഷയത്തിലും അദ്ദേഹം മോഡലാണ്. എന്ത് വിഷയത്തിലാണ് തിരുമേനി മോഡലല്ലാത്തത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഉസ്വത്തുൻ ഹസന ഒരു വല്ലാത്ത പദമാണ്. ഉസ്വത്തുൻ ഹസന. പക്ഷെ ആർക്കാണ്? പ്രായമോ ദേശമോ ഭാഷയോ ഒന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും. തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് ഏതൊരു ഏടെടുത്ത് പരിശോധിച്ചാലും അതെൻ്റെ ജീവിതത്തിൽ ഫിറ്റായിരിക്കും. ഫിറ്റല്ലെന്ന് പറയാൻ ആർക്കും കഴിയില്ല, ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല, അത്ര ക്ലിയറായിരിക്കും. വിശേഷിച്ചും ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക്, അള്ളാഹുവിനെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, അള്ളാഹുവിനെ കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അതുപോലെ യൗമുൽ ആഖിർ എന്നൊരു ദിവസത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് പ്രതിഫലം വാങ്ങാനുള്ള ഒരു ദിനമുണ്ട്. ആ ദിനത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വിശേഷിച്ചും അദ്ദേഹം മാതൃകയാണ്. ഇദ്ദേഹത്തെ മാതൃകയാക്കിയാൽ, മോഡലാക്കിയാൽ
എനിക്കെന്ത് കിട്ടും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അന്തസ്സോടെ അഭിമാനത്തോടെ നിനക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ സാധിക്കും. നിനക്ക് നിൻ്റെ ശാശ്വതമായ ജീവിതത്തിൽ ദാറുസ്സലാം എന്ന ഉത്തമ ഗേഹത്തിലേക്ക് എത്താൻ സാധിക്കും. അതാണ് ലിമൻ ഖാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. മാത്രമല്ല വദക്കറല്ലാഹ കസീറ. രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിനെക്കുറിച്ച് ധാരാളമായി ദിക്ർ ചെയ്യുന്നവർ, ഓർക്കുന്നവർ, സംസാരിക്കുന്നവർ, പറയുന്നവർ. ജീവിതത്തിൻ്റെ ഏത് ഭാഗത്തേക്ക്, പ്രപഞ്ചത്തിൻ്റെ ഏത് ദിശയിലേക്ക്, ജീവിതത്തിൻ്റെ ഏത് മണ്ഡലങ്ങളിൽ തിരിഞ്ഞാലും അവിടെയൊക്കെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന വസ്തുക്കൾ നാം കാണുകയാണ്. അതിലൊക്കെ അള്ളാഹുവിനെ കണ്ടെത്തുന്നവർക്ക് എന്തായാലും ശരി, അതിലൊക്കെ അള്ളാഹുവിനെ കാണാൻ കഴിയുന്നു. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ. ഇതാണ്, ഇത്തരം ആളുകൾക്കാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയാകുന്നത്. ഇതൊരു വലിയ വിഷയമാണ് മാതൃക എന്ന് പറയുന്നത്. വിശേഷിച്ചും ഈ കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ സമൂഹം പലരെയും ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പലരുമാണ് മോഡൽസ്. ജീവിതത്തിൻ്റെ ഓരോ ഭാഗവും നമ്മൾ പരിശോധിച്ചാൽ കാണാം. നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് വളർന്നു വരുന്ന ന്യൂജൻ, അവരുടെയൊക്കെ മോഡലുകൾ ഓരോന്നിലോരോന്നാണ്. ഡ്രസ്സിന് ഒരു മോഡലാണ്, ഹെയറിന് വേറൊരു മോഡലാണ്, ഫുഡിന് വേറൊരു മോഡലാണ്, ലൈഫ് സ്റ്റൈലിൽ പലതിനും പല പല മോഡൽസാണ്. എന്നാൽ ആ മോഡലുകളെയൊക്കെ സ്വീകരിച്ചവർ ഓർക്കേണ്ടത്, അവർക്ക് ഈ രണ്ട് ആഗ്രഹമുണ്ടോ? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ഈ രണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ മോഡൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം. ഇത് അടിസ്ഥാനമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ. എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ റസൂൽ തന്നുപോയത് അതായിരിക്കണം നിങ്ങൾ സ്വീകരിക്കേണ്ടത്, നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്, നിങ്ങൾ അനുധാവനം ചെയ്യേണ്ടത്. വമാ നഹാകും അൻഹു ഫൻതഹു. വല്ലാത്തൊരു വചനമാണ്. നിങ്ങൾ എന്നിൽ നിന്നെന്താണോ തടഞ്ഞത് അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിധം ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നാം യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത് പോലും. അത് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് ഈ നബിദിനം ഏതെങ്കിലും ഒരു ദിവസത്തിലോ ഒരു മാസത്തിലോ ഒതുക്കുന്നവർ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നബി തിരുമേനിയെ ഫോളോ ചെയ്യുകയല്ല, പിൻപറ്റുകയല്ല, മാതൃകയാക്കുകയല്ല, മറിച്ച് അതൊരു പ്രകടനപരതയാണ്. ഒരു പ്രകടനം ആ സന്തോഷം പോലും പ്രകടിപ്പിക്കുകയാണ്. സന്തോഷമുണ്ടാകേണ്ടത് എവിടെയാണ്? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. അത് തീർച്ചയായും ഉണ്ടാവുക ഇത്തിബായിലൂടെ മാത്രമാണ്, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നതിലൂടെ മാത്രമാണ്. അവിടേക്കാണ് സത്യത്തിൽ നമുക്കെത്താൻ സാധിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നബി തിരുമേനിയെ ഫോളോ ചെയ്യുക എന്ന പേരിൽ ഇനി ഈ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ. പക്ഷെ അതിലൊന്നും സത്യത്തിൽ ഈ ഒരു ഗുണമില്ല. അദ്ദേഹത്തെ പിൻപറ്റുക, അദ്ദേഹത്തെ ഫോളോ ചെയ്യുക, അദ്ദേഹത്തെ മോഡലാക്കുക എന്നതിലേക്ക് എത്താൻ കഴിയുന്നില്ല. കാരണം അന്ന് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയാകുന്നില്ല. മുസ്ലിം ഉമ്മത്തിൽ ഇത്തരത്തിലുള്ള വല്ലാത്ത ഒരു ദുരവസ്ഥ പടർന്നു പന്തലിച്ചിരിക്കുന്നു. ഇതിൻ്റെ പേര് നബി സ്നേഹമെന്നല്ല, നബിദിനമെന്നല്ല, ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ പേരിടണം. നബി സ്നേഹമാണെങ്കിൽ, നബിദിനമാണെങ്കിൽ, നബിയെ ഫോളോ ചെയ്യുന്ന ദിനമാണെങ്കിൽ അതെല്ലാ ദിവസവും വേണം. ഇനി ഫോളോ ചെയ്യലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത്. മറിച്ച് അദ്ദേഹത്തെ ഫോളോ ചെയ്യേണ്ടത്, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെ പിൻപറ്റി അദ്ദേഹം കൊണ്ടുവന്ന ചര്യകളെ ജീവിപ്പിച്ച് എൻ്റെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ ആ റസൂലിനെ ജീവിപ്പിച്ച്, ആ റസൂലിൻ്റെ സുന്നത്തിനെ ജീവിപ്പിച്ച് അദ്ദേഹം കൊണ്ടുവന്ന മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നതാണ്.
അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഇന്നീ കാണിക്കുന്നതൊക്കെ പുതിയതാണ്. ഇതിലൊരിക്കലും ഇത്തിബായ ലഭിക്കുകയില്ല. കാരണം ഞാൻ പുതിയത് എന്ന് പറഞ്ഞത് വളരെ വളരെ പുതിയതാണ്. പുതിയത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത, റസൂൽ ജീവിച്ച നൂറ്റാണ്ടിന് പരിചയമില്ലാത്ത, സഹാബത്ത് ജീവിച്ചപ്പോൾ പരിചയമില്ലാത്ത, താബിഈകൾക്ക് പരിചയമില്ലാത്ത, എന്തിനധികം പിൽക്കാലത്ത് വന്ന മദ്ഹബിൻ്റെ പണ്ഡിതന്മാർക്ക് പോലും പരിചയമില്ലാത്ത, പിന്നെ എവിടുന്ന് അത് വന്നത്? അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഫാത്തിമിയാക്കളാണ് ഇത്തരത്തിൽ ദിനാഘോഷങ്ങൾ കൊണ്ടുവന്നത്. ആരാണ് ഫാത്തിമിയാക്കൾ എന്ന് പറഞ്ഞാൽ? ഫാത്തിമിയാക്കൾ വരുന്നത് തന്നെ ഹിജ്റ 322 അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഏകദേശം 3 നൂറ്റാണ്ടിന് ശേഷം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിൻ്റെ അവസ്ഥ. 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഈ സാധനം വരുന്നത് തന്നെ. 3 നൂറ്റാണ്ടപ്പം എന്താ? തിരുമേനിയുടെ വഫാത്തിന് ശേഷം 3 നൂറ്റാണ്ടിന് ശേഷമാണ്. അതും രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഹിജ്റ 322 ഫാത്തിമിയാക്കൾ ലോകത്ത് ഭരണകൂടവുമായി വരുന്നത്. അബ്ബാസിയ ഭരണകൂടം നിലം പതിച്ചതോടുകൂടി അതിൽ നിന്ന് ഉടലെടുത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടം ഉണ്ടാകാൻ തന്നെ കാരണം. അതും ഇവരുടെ അടിസ്ഥാനം ആഫ്രിക്കൻ രാജ്യങ്ങളിലായിരുന്നു. മൊറോക്കോയിലാണ് ഈ ഫാത്തിമിയ ഭരണകൂടം വരുന്നത്. ഫാത്തിമിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, അത് മുഹമ്മദിലേക്ക് ചേർത്തതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തല്ല വന്നത്, ഫാത്തിമയിലേക്ക് ചേർത്താണ്. അവരാണ് ഇത് കൊണ്ടുവന്നത്. അവർ വലിയ ആഘോഷം നടത്തിയിരുന്നു, വലിയ ആഘോഷം. കാരണം അവരാഘോഷത്തിൻ്റെ ആളുകളായിരുന്നു. ആഘോഷമാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഘോഷത്തിൻ്റെ ആളുകളായിരുന്നു അവർ. ഇവർ ഫാത്തിമിയാക്കൾ യഥാർത്ഥത്തിൽ ഇസ്ലാമുമായുള്ള അവരുടെ ബന്ധം വളരെ ചെറിയ ഒരു ബന്ധമാണ്, വളരെ ചെറിയൊരു ബന്ധം. ഈ ഫാത്തിമിയ ഭരണകൂടത്തിൽ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിച്ചത് രാഷ്ട്രീയമായി സമൂഹത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ കിട്ടണം എന്നത് മാത്രമായിരുന്നു. ഷിയാക്കളിൽ ഇസ്മായിലിയ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൻ്റെ ആളുകളാണ് ഈ ഫാത്തിമിയാക്കൾ. ഒന്നുകൂടി നേർക്കുനേരെ പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഷിയാക്കളാണ്. ഇത് മാത്രമല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ തോന്നിയാസങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആളുകളാണെന്നത് ചരിത്രം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഇത് നമ്മുടെ ഒരു വലിയൊരു വിഷയമാക്കി നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഒറിജിനൽ എന്ത് എന്ന് പറഞ്ഞതാ. അവിടുന്നാണ് ഇത് വന്നത്. അതല്ലാതെ ഇതിന് അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധമില്ല, സഹാബത്തുമായി ബന്ധമില്ല, താബിഈകളുമായി ബന്ധമില്ല, താബികളുമായി ബന്ധമില്ല. ഇത് പുതുതായി വന്ന ഒരു കാര്യമാണ്, ഒരു ആഘോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിലേറെ പുതുമയുള്ള ഒരു സംഗതി, ഈ ആഘോഷിക്കേണ്ട സന്ദർഭമാണോ സത്യത്തിൽ അത് പരിശോധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ഈ ആഘോഷം വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസമാണോ ജനിച്ചത്? പരിശോധിക്കേണ്ടതാണത്. ചരിത്രം പരിശോധിച്ചാൽ 2 കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം കാണുന്നില്ല. ഒന്ന്, നബി തിരുമേനി ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്നതിൽ. രണ്ടാമത്തേത് റബീഉൽ അവ്വലിലാണ്. ഇത് രണ്ടിലും ഒരു തർക്കവുമില്ല. ചരിത്രപരമായി പരിശോധിച്ചാൽ അത് വളരെ കൃത്യമാണ്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് വലിയ പ്രശ്നം, വിഷയം. റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയല്ല. AD 571 ഏപ്രിൽ മാസം 22 ഒരു തിങ്കളാഴ്ചയാണ്. ചരിത്രം പരിശോധിച്ചവരും ഗവേഷണം നടത്തിയവരുമൊക്കെ തിരുമേനിയുടെ ജനനം നടന്നത് വിശദീകരിക്കുന്നത്. പക്ഷെ ആ ദിവസം
വളരെ കൃത്യമായി മനസ്സിലാക്കണം, അന്ന് റബീഉൽ അവ്വൽ 12 അപ്പം സത്യത്തിൽ ഇതിൻ്റെ ഡേറ്റ് പോലും, ഈ പറയുന്ന ഡേറ്റ് പോലും വളരെ കൃത്യമല്ല എന്ന് മനസ്സിലാക്കണം. കുറച്ചുകൂടി യോജിച്ചു വരുന്നത്, അല്ലെങ്കിൽ കൃത്യത പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്, ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്, അത് ആ മാസം റബീഉൽ അവ്വൽ 9 ആ തിങ്കളാഴ്ച, ആ വർഷം ആ ആഴ്ചയിലെ തിങ്കളാഴ്ച വരുന്നത് എന്നാണ്. അല്ലാഹു ആലം. ഞാനത് പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യം പറയാനാണ്. ഈ ഡേറ്റിൽ പോലും സത്യത്തിൽ കൃത്യതയില്ല എന്നാണ്. പിന്നെയല്ലേ അത്തരമൊരു ആഘോഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആഘോഷങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇപ്പോൾ ഡേകൾ ആഘോഷിക്കുന്ന തിരക്കിലാണ് സമൂഹം മുഴുവൻ. ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, അങ്ങനെ ഒരുപാട്, ലേബേഴ്സ് ഡേ, ഒരുപാട് ഡേയ്സുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഡേ സമൂഹത്തിൽ രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ വേണ്ടി നടത്തിയ ഒന്ന് എന്നല്ലാതെ അതിനപ്പുറം അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ മനോഹരമായൊരു സംഭവം കാണുന്നുണ്ട്. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന സമയത്ത് 2 ദിവസം അവിടെ വലിയ ആഘോഷം കണ്ടു. മദീനയിൽ എല്ലാ വർഷവും 2 ദിവസം ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചവരോട്, എന്താണ് ഈ ആഘോഷം എന്ന്? അത് ഞങ്ങളിങ്ങനെ കുറേ കാലമായിട്ട് ആഘോഷിച്ച് വരുന്നതാണ്, 2 ദിവസം ഒരു സെലിബ്രേഷനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ ദിവസമല്ല ആഘോഷിക്കേണ്ടത്. ഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ, നിങ്ങൾക്ക് അല്ലാഹു അതിനേക്കാൾ നല്ല 2 ദിവസം ആഘോഷിക്കാൻ പകരം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞു, യൗമുൽ ഫിത്ർ വ യൗമുൽ അദ്ഹ. നമ്മൾ ആഘോഷിക്കണമെങ്കിൽ ആഘോഷിക്കേണ്ടത് ആ 2 ദിവസങ്ങളായിരിക്കണം എന്നർത്ഥം. അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്ക് മനോഹരമാണ്. അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ. ആരോടാ പറഞ്ഞത്? വേറെ ചില ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാം, അള്ളാഹു നിങ്ങൾക്ക് അതിനേക്കാൾ മനോഹരമായ 2 ദിവസം ആഘോഷിക്കാൻ തന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് അപ്രകാരമായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, ഇത്തരം ആഘോഷങ്ങൾ വരുമ്പോൾ ഇത്തരം ആഘോഷങ്ങളുടെ പകിട്ട് നബി തിരുമേനി ആഘോഷിക്കാൻ പറഞ്ഞ ആഘോഷങ്ങൾക്കില്ലാതെ പോകുന്ന ഒരു ദുരവസ്ഥയുണ്ട്. ഹിദായത്ത് നഷ്ടപ്പെടാൻ ഇത് കാരണമാകും എന്ന് നമ്മൾ ഓർക്കണം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ആഘോഷങ്ങളിലെ സിറാത്തുൽ മുസ്തഖീം ഏതാ? എല്ലാ വിഷയത്തിലും സിറാത്തുൽ മുസ്തഖീമുണ്ട്. ആഘോഷങ്ങളിലെ സിറാത്തുൽ മുസ്തഖീം ഏതാ? അള്ളാഹുവിൻ്റെ റസൂൽ ആഘോഷിച്ച, സഹാബത്ത് ആഘോഷിച്ച, താബിഈകൾ ആഘോഷിച്ച ആഘോഷമായിരിക്കണം. അതല്ലാതെ ഇവിടെയുള്ള ഏതെങ്കിലും ആളുകൾ അവരുടെയൊക്കെ ഏതെങ്കിലും പുണ്യപുരുഷന്മാരുടെ ജന്മദിനമോ മരണദിനമോ ഒക്കെ ആഘോഷിക്കുകയോ ആഘോഷിക്കാതിരിക്കുകയോ ചെയ്യുന്നു എന്നത് നമ്മുടെ വിഷയമാകരുത്. നമ്മളത് മനസ്സിലാക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം തിരുമേനിയെ അനുധാവനം ചെയ്യുക എന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നത് നാം സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലോ സഹാബത്തോ താബിഈകളോ കാണിച്ചു തരാത്ത ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതായിരിക്കണം. പിന്നെ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രകടമായ കാര്യം സാമൂഹ്യമായ കുറേ ആരാധനാ കർമ്മങ്ങളാണ്. സാമൂഹ്യമായി ഒരുപാട് ആളുകൾ ഒരുമിച്ചിരുന്ന് ചില ശ്ലോകങ്ങൾ പാടുന്നു, ഗീതങ്ങൾ പാടുന്നു, ബെയ്ത്തുകൾ പാടുന്നു, അല്ലെങ്കിൽ ദിക്ർ മജ്ലിസുകൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ പല പരിപാടികളും. ഇതും സത്യത്തിൽ പിൽക്കാലത്ത് വന്ന ഒരു സാധനമാണ്. ഈ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഈ സാമൂഹ്യമായ സംഗതിയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സാമൂഹ്യമായ കർമ്മങ്ങളുണ്ട്. അതൊന്നാമത്തേത് സ്വലാത്തുൽ ജമാഅത്താണ്. അതിനൊക്കെ ജമാഅത്ത് തന്നെ പേരുണ്ട്. ജമാഅത്ത് നമസ്കാരം, ജുമാ നമസ്കാരം എന്നൊക്കെ. വലിയ അത്ഭുതം എന്താ വെച്ചാൽ, ജമാഅത്തിന് പോകാൻ ആളുകൾക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ രാത്രികളോ ഈ രാവുകളിലോ ഒക്കെ പള്ളികളിൽ വെച്ച് നടക്കുന്ന വലിയ ആളുകൾ ഒരുമിച്ച് കൂടിയുള്ള പലതരത്തിലുള്ള ഹൽക്കകൾക്കും ഒരുമിച്ച് കൂടുകൾക്കും പോകാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. ഒരു ബിദ്അത്ത് നമ്മൾ കൊണ്ടുവന്നാൽ, ഒരു പുതിയത് നമ്മൾ കൊണ്ടുവന്നാൽ നഷ്ടപ്പെട്ടു പോകുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു കർമ്മമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഇതിനും വലിയൊരു ചരിത്രമുണ്ട്.
അതും ചരിത്രകാരന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്നാണ് ഇത്തരത്തിൽ മുസ്ലിം സമൂഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സഹാബികൾക്ക് ബന്ധമില്ലാത്ത ഇത്തരം സാമൂഹ്യ ആരാധനകളിലേക്ക് പോയത് എന്ന്. അത് ചരിത്രം പരിശോധിച്ചാൽ സഹാബികളുടെ കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള ചില ഏർപ്പാടുകൾ വന്നിരുന്നു. വിശദമായി നമ്മൾ ഒരിക്കൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ചേർന്നിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാനന്തരം സഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് ചേർന്നിരുന്ന് ദിക്ർ ചൊല്ലുകയും അതിനെണ്ണം പിടിക്കാൻ വേണ്ടി കല്ലുകൾ വെക്കുകയും ഒക്കെ ചെയ്തു. ഇത് കണ്ട സഹാബികളിൽ പ്രമുഖന്മാർ അതിനെ ശക്തമായി എതിർത്തു. അവർ വളരെ കണിശമായി ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച വസ്ത്രം നുരുമ്പിയിട്ടില്ല, അദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല, എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നമ്മുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു പോയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത ആ ആചാരങ്ങൾ നിങ്ങൾ കൊണ്ടുവരികയാണോ എന്ന്. പക്ഷേ അന്ന് സഹാബത്തിൻ്റെ കാലമായതുകൊണ്ട്, അത്തരത്തിലുള്ള ശക്തമായ ഒരു പ്രവർത്തനം നടന്നതുകൊണ്ട് അത് നാമാവശേഷമാക്കാൻ സാധിച്ചു. പക്ഷേ പിന്നീട് ഇത് വരുന്നത് ചരിത്രം വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അബ്ബാസിയ കാലഘട്ടത്തിലാണ് പിന്നീട് ഇത്തരം സാമൂഹ്യ ആചാരങ്ങൾ കടന്നു വരുന്നത്. അതാണ് എത്ര കാലം കഴിഞ്ഞിട്ടാ എന്ന് ഓർക്കണം നമ്മൾ. അബ്ബാസിയ കാലഘട്ടത്തിൽ മഅ്മൂൻ എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അബ്ബാസിയ കാലഘട്ടത്തിൻ്റെ അവസ്ഥ ചരിത്രം വിശദീകരിക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളല്ലാത്തവരുമായി, മുസ്ലിമേതര പ്രദേശങ്ങളുമായി ഇസ്ലാമിക സാമ്രാജ്യം മിങ്കിൾ ചെയ്ത, ഇഴകിച്ചേർന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ഹറക്കത്ത് തർജുമ എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ലേഷൻ മൊമെൻ്റ് തന്നെ വന്നിരുന്നു. ഏറ്റവും കൂടുതൽ ഫിലോസഫികൾ പ്രചരിച്ച കാലമായിരുന്നു മുസ്ലിങ്ങളുടെ ഇടയിലേക്ക്. ഗ്രീക്ക് ഫിലോസഫിയും ഇന്ത്യൻ ഫിലോസഫിയുമൊക്കെ പരിഭാഷപ്പെടുത്തിയ കടലാസുകൾക്ക് തുല്യമായ ഖനം സ്വർണം പകരം കൊടുത്ത് ആ ബുക്കുകൾ വാങ്ങിച്ച് അബ്ബാസിയ ഖലീഫമാർ ഈ വിജ്ഞാന വിപ്ലവത്തിന് അല്ലെങ്കിൽ ഒരു വിസ്ഫോടനത്തിന് തിരികൊളുത്തി. പക്ഷെ അതോടൊപ്പം സംഭവിച്ചത് ഏറ്റവും ഭീമമായ ഒരു അബദ്ധമായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ തരം ഫിലോസഫികളൊക്കെ മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഒരു ഭരണാധികാരിയായിരുന്നു മഅ്മൂൻ എന്ന് പറഞ്ഞ ഭരണാധികാരി. അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഖലീഫ ഹാറൂൺ റഷീദ് ഉണ്ട്. അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ സ്ഥാപകന്മാരിൽ പ്രമുഖനായ ഹാറൂൺ റഷീദിൻ്റെ മകനാണ് ഇദ്ദേഹം. ഖുറൈശിയാണ് അദ്ദേഹം. ഹാഷിമി ഗോത്രത്തിൽ പിറന്നവനാണ് അദ്ദേഹം. അബ്ബാസിയാണ് അദ്ദേഹം. അമീറുൽ മുഅ്മിനീൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പക്ഷേ ഏറ്റവും വലിയ അബദ്ധം എന്തായിരുന്നു ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു പേർഷ്യക്കാരത്തി പെണ്ണായിരുന്നു. സ്വാഭാവികമായി ആ ഉമ്മയുടെ മടിത്തട്ടിൽ വളർന്നതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ സംസ്കാരമല്ല, യഥാർത്ഥ ഇസ്ലാമികമായ സംസ്കാരമല്ല അദ്ദേഹത്തിന് ലഭിച്ചത്. ചരിത്രം ആഴത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഖലീഫ മഅ്മൂൻ ഒരു ഷിയായിസത്തിൻ്റെ സഹയാത്രികനായിരുന്നു എന്ന്. ഈ സാധനമായിട്ട് ബന്ധമുണ്ടോ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ നശിപ്പിക്കാൻ പറഞ്ഞ എല്ലാത്തിനും ഷിയായിസമായിട്ട് ബന്ധമുണ്ട്. കാരണം ഈ ഷിയായിസം നിങ്ങൾക്കറിയാലോ, അബ്ദുല്ലാഹിബിൻ സബ ആണ് അതിൻ്റെ സ്ഥാപകൻ. അബ്ദുല്ലാഹിബിൻ സബ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറി മുസ്ലിങ്ങളെ വർഗീകരിക്കാൻ വേണ്ടി, ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ജൂത മനുഷ്യനായിരുന്നു ഈ അബ്ദുല്ലാഹിബിൻ സബ. അവനാണ് യഥാർത്ഥത്തിൽ ഈ ഷിയായിസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് വന്ന മുഴുവൻ ഇസ്ലാമിനെ രാഷ്ട്രീയമായി ഇളക്കാൻ ശ്രമിച്ച എല്ലാത്തിലും ഈ സമൂഹത്തിന് ഈ ഷിയാക്കൾക്ക് പങ്കുണ്ട്. അന്ന് മാത്രമല്ല എന്നും അതാണ്. അത്ഭുതകരമാണ് ഇന്നത്തെയും കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫലസ്തീനെ പറ്റി എല്ലാവരും പറയുന്നുണ്ട്. ഫലസ്തീനിൽ ഭയങ്കര പ്രയാസം, എല്ലാവർക്കും വേദനയുണ്ട്. അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. പക്ഷേ ആഴത്തിൽ ഇപ്പോൾ നടക്കുന്ന ഫലസ്തീനിലെ സാഹചര്യവും ചുറ്റുഭാഗവുമുള്ള സാഹചര്യവും പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കൃത്യമായി ഈ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഷിയാക്കളുടെ അജണ്ട ഫലസ്തീൻ പ്രശ്നത്തിലുണ്ട് എന്നത്.
വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് വലിയ ബഹളം വെക്കുന്ന ഈ ഷിയ ഭരണകൂടങ്ങൾ ഒന്നും തന്നെ എന്തെങ്കിലും ഒരു ചെറുവിരൽ പോലും ഈ ഫലസ്തീനികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ല. മറിച്ച് ചെയ്യുന്നത് മുഴുവൻ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ നിർവീര്യമാക്കുക, മുസ്ലിം ഭരണകൂടങ്ങളെ നിർവീര്യമാക്കുക, ഭരണകൂടങ്ങൾക്കെതിരെ സാധാരണ മുസ്ലിങ്ങളെ തിരിച്ചുവിടുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രക്ഷോഭമുണ്ടാക്കുക. ഇതെല്ലാ കാലഘട്ടവും നടന്ന വലിയൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയല്ല. പക്ഷേ ഇതിൻ്റെയും പിന്നിൽ അവരായിരുന്നു. എന്താ ചെയ്തത്? ഭയങ്കര അത്ഭുതമായൊരു സംഗതി. ഞാൻ പറഞ്ഞല്ലോ, ഇയാൾക്ക് മതപരമായ ഒരു ജ്ഞാനവും കിട്ടിയിട്ടില്ല. ഉമ്മ പേർഷ്യക്കാരത്തി പെണ്ണായിരുന്നു. വാപ്പാക്ക് ഈ മോൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. പക്ഷേ ഇദ്ദേഹം സ്വാഭാവികമായി പൈതൃകമായി അദ്ദേഹത്തിന് ഭരണാധികാരം കിട്ടി. നല്ല ഭരണാധികാരിയായി അറിയപ്പെട്ടു. നല്ല യോദ്ധാവായിരുന്നു അദ്ദേഹം. ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സാമൂഹ്യമായി ഒരുപാട് നന്മകൾ സമൂഹത്തിന് ചെയ്തിട്ടുണ്ട്. പക്ഷേ മതപരമായി അദ്ദേഹം ബിഗ് സീറോ ആയിരുന്നു. ഇമാം ഇബ്നു കസീറിൻ്റെ ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്, അൽ ബിദായ വൻ നിഹായ എന്ന്. ആ ചരിത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ മനുഷ്യനെ കുറിച്ച്. വഖദ് കാന ഫീഹി തശയ്യുഉൻ വഅ്തിസാലുൻ വജഹ്ലുൻ ബിസുന്നത്തി സഹീഹ. ചരിത്രം കൃത്യമായി അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ഈ മനുഷ്യനിൽ തശയ്യുഉണ്ടായിരുന്നു, ഷിയായിസം ഉണ്ടായിരുന്നു, ഇഅ്തിസാൽ ഉണ്ടായിരുന്നു, അഥവാ മുസ്ലിങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ. അത് ഈ സ്വാഭാവികമാണ്, ഇങ്ങനെ വന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മുസ്ലിം സമൂഹത്തെയും പുറത്തുള്ളവർ നശിപ്പിച്ചത് ഇങ്ങനെയാണ്. അതുപോലെ വജഹ്ലും ബിസുന്നത്തി സഹിഹ, യഥാർത്ഥ സുന്നത്തിനെക്കുറിച്ച് അദ്ദേഹം ജാഹിലായിരുന്നു, ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇദ്ദേഹം ഭരണമേറ്റെടുത്തപ്പോൾ ഇദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും, നമ്മൾ ആലോചിച്ച് നോക്കണം എവിടുന്നാണ് ഈ വിദേഹത്ത് കടന്നു വന്നത്. എൻ്റെ ആ ചരിത്രം ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത പുതുമ തോന്നി. എല്ലാ നമസ്കാരത്തിന് ശേഷവും പള്ളികളിലെ ഉറക്കെ ഇന്ന് ഉണ്ടല്ലോ ഈ തസ്ബീഹ് തക്ബീറൊക്കെ ചെയ്യുന്നത്, അത് ചെയ്യാൻ വേണ്ടി പട്ടാളക്കാരെ ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ചു ഈ ഭരണാധികാരി. ഇനി അതിലേറെ അത്ഭുതം എന്താണ്, മതവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്തൊരു ഭരണാധികാരിക്ക് നിസ്കാരത്തിന് ശേഷം തസ്ബീഹും തക്ബീറും ഒക്കെ സാമൂഹ്യമായി ചെയ്യാൻ ഇത്ര താല്പര്യമെന്നാണ്. അതിൻ്റെ പിന്നിൽ ഒരു ഷിയ പണ്ഡിതനുണ്ടായിരുന്നു. നമ്മൾ വല്ലാതെ മനസ്സിലാക്കേണ്ട, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല അത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, കതബ യഅ്മുറുഹു ബി അഖ്ദിൽ ജുന്ദി ബിത്തക്ബീരി ഇദാ സല്ലു. നിസ്കാരം കഴിഞ്ഞാൽ സൈന്യത്തെ ഏൽപ്പിച്ചു. സൈന്യം ഉറക്ക അല്ലാഹു അക്ബർ എന്ന് പറയും. അപ്പോൾ എല്ലാവരും അല്ലാഹു അക്ബർ. ഈ തക്ബീർ മുഴക്കാത്തവരൊക്കെ സൈന്യം പിടിച്ചു കൊണ്ടുപോകും. കഴിഞ്ഞല്ലോ. വല്ലാത്ത ഒരു സംഗതി നിങ്ങൾ ആലോചിച്ചു. വെള്ളിയാഴ്ചയാണ് ആദ്യം തുടങ്ങിയത്, പിന്നെ എല്ലാ നിസ്കാരത്തിലും ഇത് തുടങ്ങിയെന്നാണ് പറഞ്ഞു. അതിന് അദ്ദേഹം പ്രത്യേകം ആളുകളെ ഏൽപ്പിച്ചു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ കൂട്ടരായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ തോന്നിയാസത്തിൻ്റെയും ഇസ്ലാമിനെ നിർവീര്യമാക്കാൻ, ഒറിജിനൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാറ്റിൻ്റെയും പിന്നിൽ ഇവരുടെ ഒരു സംഭാവന കാണും. അതാണ് ഈ ആഘോഷങ്ങളുടെയും ഒക്കെ പിന്നിലുള്ളത്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ സന്തോഷിക്കണം. പക്ഷേ സഹോദരന്മാരെ, സന്തോഷിക്കേണ്ടത് സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്, ദുഃഖം ഉണ്ടാകാൻ പാടില്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തരാത്ത രീതിയിലുള്ള ഒരു സംഗതി പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി ഭിന്നിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? എന്നിട്ട് പറഞ്ഞു, കുല്ലുഹാ ഫിന്നാർ, എല്ലാ വിഭാഗവും നരകത്തിലായിരിക്കും, ഇല്ലാ മില്ലത്തുൻ വാഹിദ, ഒരു വിഭാഗമല്ലാതെ. നബിയോട് ചോദിച്ചു, ഏതാണ് ആ വിഭാഗം? നബി പറഞ്ഞത്, മാ അന അലൈഹിൽ യൗം വ അസ്ഹാബി, ഇന്ന് മാ അന അലൈഹിൽ യൗം, ഇന്ന് ഞാനുള്ള, അതുപോലെ വ അസ്ഹാബി, എൻ്റെ സഹാബത്തുള്ള മാർഗം ഏതാണോ ആ മാർഗം. അതാണ് ഉലൈക ഹിസ്ബുല്ലാ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത്. ഹിസ്ബുല്ലാ എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാതെ എന്ന് കാണുന്ന ഹിസ്ബുല്ലാ അല്ല. ഉലൈക ഹിസ്ബുല്ലാ അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാഹുവിൻ്റെ ഹിസ്ബ് എന്ന് പറഞ്ഞാൽ അതാ.
അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തുമുള്ള മാർഗം, അവരാണ് ജയിക്കുക. മറ്റതൊക്കെ ഹിസ്ബു ഷെയ്ത്താനാണ് സഹോദരന്മാരെ. ആ മാർഗം വിജയിക്കൂല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉസ്വത്ത് ഉണ്ടാക്കി നബി എന്താണോ ചെയ്തത് അപ്രകാരം ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് സത്യത്തിൽ നമ്മളൊക്കെ ചെയ്യേണ്ടത്. അത് നമുക്ക് എല്ലാ ദിവസവും വേണം, ഒരു ദിവസം പോരാ. അത് നോക്കൂ, ചിലരൊക്കെ വിചാരിച്ചത് ഇബാദത്തുകളിൽ മാത്രം മതി ഉസ്വത്ത് എന്നാണ്. അല്ല, ഇബാദത്തിൽ ഉസ്വത്തില്ലെങ്കിൽ ഇബാദത്ത് സ്വീകരിക്കൂല. അത് വേറൊരു വിഷയമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആരാധനാ കർമ്മങ്ങളിൽ റസൂലിൻ്റെ മാതൃകയില്ലെങ്കിൽ ആ ഇബാദത്ത് തന്നെ സ്വീകരിക്കൂല. എല്ലാറ്റിലും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്നവർ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട വളരെ മനോഹരമായ ഒരു സംഗതി, ഒരു നേതാവിലുമില്ലാത്ത ഒരു പ്രത്യേകത. അതെന്താ വെച്ചാൽ നബി കുറച്ച് സംസാരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്തു. കുറഞ്ഞ വാക്കുകൾ, കൂടുതൽ കർമ്മങ്ങൾ. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നബിയുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സംസാരം കുറവായിരിക്കും, നല്ലോണം പണിയെടുക്കും. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ കാണാം. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു വഴിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമത്തിന് വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ സാധാരണ അങ്ങനെ വിശ്രമിക്കാൻ ഇറങ്ങിയാൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടാണ് തൊട്ടടുത്ത് പിന്നെ യാത്ര പോവുക. അന്നത്തെ ഒരു രീതി അതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ള സഹാബത്തിനോട് പറഞ്ഞു, വാ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വിറക് ശേഖരിക്കാൻ പോകാം എന്ന്. ഇത് പിൽക്കാലത്ത് ചരിത്രത്തെ വിലയിരുത്തിയ തത്വശാസ്ത്രജ്ഞരൊക്കെ ഈ സംഭവം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവരൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ അനുസരണയോടെ ചെയ്യാൻ കാത്തു നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടമായിരുന്നു മുഹമ്മദിൻ്റെ കൂടെയുള്ളത്. എന്നിട്ട് മുഹമ്മദ് ഒരിക്കൽ പോലും കൽപ്പിച്ച് മാറി നിന്നിട്ടില്ല. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര അത്ഭുതം. ജീവിതത്തിൽ നമ്മൾ ഒരു ചരിത്രത്തിലും ഒരു മനുഷ്യനെക്കുറിച്ചും ഇത് കാണൂല. മദീനയിൽ മുഹാജിറുകൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ എന്ത് പറയാം? മദീനയിലെ അൻസാറുകൾ നബിയെ കരാറുണ്ടാക്കിയാൽ കൊണ്ടുവരുന്നത്, സംരക്ഷിക്കാമെന്ന കരാറുണ്ടാക്കിയാൽ കൊണ്ടുവരുന്നത്. അതിനുശേഷം നബി വന്ന ശേഷം മുഹാജിറുകൾ വന്നപ്പോഴും ആ കരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ ഒരു ഓർഡർ ഇട്ടാൽ മതി, മദീനയിലേക്ക് വരുന്ന മുഹാജിറുകളെയൊക്കെ അൻസാറുകളെ നിങ്ങൾ സഹായിക്കണം എന്ന്. നബി അതല്ല ചെയ്തത്. അതിന് പകരം നബി ചെയ്തത് എന്താ നിങ്ങൾക്ക് അറിയോ? ഭയങ്കര അത്ഭുതമാണ് നബിയുടെ ജീവിതം. നമ്മൾ ശരിക്കും പഠിക്കണം. വെറുതെ നമ്മൾ ഈ നബിൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അൻസാരികളുടെ ലിസ്റ്റ് എടുത്തിട്ട് ഓരോ അൻസാരിയുടെ നേർക്കും ഒരു മുഹാജിറിന് കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചരിത്രം അതിനെപ്പറ്റി പറഞ്ഞല്ലോ, ആഹാ ബൈനൽ മുഹാജിരീന വൽ അൻസാർ. ഇന്നും ആളുകൾ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് അത്? മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ ആഹാ. എങ്ങനെയാണത്? ആഹാ സഹോദര്യ ബന്ധമുണ്ടാക്കി എന്നാ പറഞ്ഞത്. തുല്യതയില്ലാത്ത സംഭവമാണ്, അത്യത്ഭുതകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാണ്. നോക്കൂ, ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിക്കല്ല ചെയ്തത്. അല്ല, നിങ്ങൾ ഹദീസുകൾ കേൾക്കാറില്ലേ? ഹദീസുകളിൽ നിങ്ങൾ എന്താ കേൾക്കൽ? നോക്കൂ, ശരിക്ക് പരിശോധിച്ച് നോക്കിയാൽ അത്ഭുതം തോന്നും. ഖാല റസൂലുള്ളാഹ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എന്തുണ്ട് തരോ? റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഫ്അൽ എന്ന് പറഞ്ഞ് സഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന്. സുബ്ഹാനല്ലാഹ്. പറയല്ല ചെയ്തത്, നബി ചെയ്യുന്നത് കണ്ടു. അത് ഹദീസാ, സഹാബത്ത് റിപ്പോർട്ട് ചെയ്യാണ്. നബിയുടെ ജീവിതം സഹാബത്ത് റിപ്പോർട്ട് ചെയ്യാണ്. അത് ഹദീസാ. നിങ്ങൾ ആലോചിക്കൂ, നമുക്ക് അത്ഭുതം തോന്നൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സുന്നത്താ, ഓക്കെ. ഖാല റസൂലുള്ളാഹ്, ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് സഹാബത്ത് കണ്ടത് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഹദീസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതും സുന്നത്താ. ഭയങ്കരല്ലേ? ഭയങ്കര അത്ഭുതമല്ലേ അത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചെയ്തു. ഇന്നെന്താ ചെയ്തി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
ഇന്ന് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രവർത്തനം നമുക്ക് മോഡലാക്കാൻ പറ്റുമോ? മാതൃകയാക്കാൻ പറ്റുമോ? നമുക്ക് ഉദ്ധരിക്കാനുണ്ടോ? ഇന്ന നേതാവ് ഇങ്ങനെ ചെയ്തതായി ഞാൻ കണ്ടു എന്ന് സമൂഹത്തോട് പറയാൻ പറ്റുമോ? പ്രസ്താവന ഉണ്ടാവും. പ്രസ്താവനയായിരുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു തന്നു. വളരെ രസകരമായ സംഗതിയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അനുധാവനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് ഇതാണ്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച പാഠം സ്നേഹമാണ്. അത് ശരിക്കും മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. എത്ര സംഭവങ്ങളാണ്! സ്നേഹം, ഭയങ്കരമായി സ്നേഹം. നിങ്ങൾ ആലോചിച്ച് നോക്കി, പള്ളിയിൽ പരസ്യമായിട്ട് പള്ളിയെ അപമാനിക്കാൻ വേണ്ടി മൂത്രമൊഴിച്ച ഒരു ജൂതൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരക്ഷരം തിരുമേനി മുഖം കറുപ്പിച്ച് പറഞ്ഞോ? ഇല്ലല്ലോ. അറിയോ നിങ്ങൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദനിച്ചാലും പ്രയാസപ്പെട്ടാലും പോലും തൻ്റെ ചുറ്റുഭാഗവുമുള്ള ഒരാൾക്കും വേദന വരാൻ വഴിയുണ്ടാകരുതേ എന്ന നിർബന്ധ ബുദ്ധി റസൂലിനുണ്ടായിരുന്നു. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? എൻ്റെ ചുറ്റുഭാഗവുമുള്ള ആർക്കും, എൻ്റെ കൂടെയുള്ള ആർക്കും വേദന വരരുതേ എന്ന് നിർബന്ധ ബുദ്ധി. ആരായിരുന്നു റസൂലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? എന്തായിരുന്നു അറാബികളുടെ കഥ നിങ്ങൾക്കറിയില്ലേ? എന്തൊരു പരുഷപ്രകൃതക്കാരായിരുന്നു. റസൂലിനോട് വന്ന് ചോദിക്കുമ്പോൾ പോലും പറയുന്ന ഭാഷയൊക്കെ എത്ര സംസ്കാരശൂന്യമായിരുന്നു. വ്യത്യസ്തമായ സ്വഭാവങ്ങൾ, വിഭിന്നമായ വികാരങ്ങൾ, വിവിധ വിചാരങ്ങൾ, വേറിട്ട സാഹചര്യങ്ങൾ, ഇങ്ങനെ കൂടിക്കലർന്ന ഒരു സമൂഹത്തെ ഒരുപോലെ ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണമെന്നറിയാം നിങ്ങൾക്ക്? സ്നേഹം, വാത്സല്യം എന്ന് പറയുന്നത് ഉള്ളിലുണ്ടാകണം, പ്രകടനമല്ല, ഉള്ളിലുണ്ടാകണം. ഒരിക്കലും റസൂലിനെ ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വല്ല മാജിക് സ്റ്റിക്കും ഉണ്ടായിരുന്നോ? ഇല്ല. അദ്ദേഹം വിജയിച്ചത് എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സസൂക്ഷ്മം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അന്യനായി നിന്നില്ല, സമൂഹത്തിൽ അന്യനായി നിന്നില്ല. ആരിലാണോ പരിവർത്തനം സാധ്യമാക്കേണ്ടത് അവരിലേക്ക് അദ്ദേഹം അലിഞ്ഞു ചേർന്നു. നമ്മളൊരിക്കലും വിചാരിക്കരുത് അന്യനായി നിന്ന് പ്രഖ്യാപനങ്ങൾ നടത്തി വിജയിക്കാമെന്നാരും കരുതരുത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മക്കൾ മാറാൻ പ്രസ്താവനകളല്ല വേണ്ടത്, വാക്കുകളല്ല, കൽപ്പനകളല്ല വേണ്ടത്. നമ്മുടെ ജീവിതം കണ്ട് അവർക്ക് മാറാനാവുന്ന രീതിയിലുള്ള ഒരു മാറ്റം നമുക്കുണ്ടാകണം. അതാണ് ശരിക്ക് ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? എത്ര മനോഹരമായ ഒരു വചനമാണ്. നിങ്ങൾ കേൾക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. എന്താണ് ആ വാക്ക് എന്നറിയാം? നിങ്ങളിൽ നിന്നുള്ള ഒരു റസൂലാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. അന്യനായി നിന്നിട്ടില്ല ആ റസൂൽ, കൂടെ നിന്നു. എന്നിട്ടോ അസീസുൻ അലൈഹി മാ അനിത്തും. ആ വാക്കൊന്ന് ശരിക്ക് ഞാൻ പലപ്പോഴും എന്താണ് അതെന്ന് മനസ്സിലാകാതെ പോയിട്ടുണ്ട്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അതായിരുന്നു റസൂൽ. കാണുമോ അങ്ങനെ ഒരാളെ? അസീസുൻ അലൈഹി മാ അനിത്തും. ഒരു വേദന പോലും. നമ്മൾ തിരിച്ചുള്ള കഥ ധാരാളം കേട്ടിട്ടുണ്ടല്ലേ? സഹാബത്ത് പറഞ്ഞതൊക്കെ, കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞത്, റസൂലിനെ എൻ്റെ സ്ഥാനത്ത് വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതൊക്കെ കഥ അറിയാം. പക്ഷെ ഇത് തിരിച്ചാ. മാത്രമല്ല ഹരീസുൻ അലൈക്കും, അതാലോചിച്ച് നോക്കൂ. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത താല്പര്യമുള്ളവൻ. ഹരീസ് എന്നൊക്കെ പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത്യാഗ്രഹീന, ഭയങ്കര ആഗ്രഹമായിരുന്നു സമൂഹത്തിൻ്റെ കാര്യത്തിൽ. ഇനി അവസാനത്ത് നോക്കൂ, ബിൽ മുഅ്മിനീന റഊഫ് റഹീം. റഊഫായിരുന്നു, റഹീമായിരുന്നു. അള്ളാഹിൻ്റെ സിഫത്ത് അത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചോളി. അതാണ് റസൂലുള്ളാഹിക്ക് കൊടുത്തത്. റഊഫ്, അത്യന്തം ദയാലുവായിരുന്നു. റഹീം, വല്ലാത്ത കരുണയുള്ളവനായിരുന്നു. ഭയങ്കര. അതുകൊണ്ടാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ
എങ്ങനെ വിജയിച്ചു എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് അതിലേറെ മനോഹരമാണ്. എങ്ങനെയാണ് നബി വിജയിച്ചത്? ഇതാണ് നബി വിജയിക്കാനുള്ള കാരണം. ഖുർആന് റസൂലിൻ്റെ ജീവിതം അങ്ങനെ വരച്ചു തന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോകേണ്ടത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, നബിനോട് പറയാം, നബിയെ റബ്ബിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ്. റബ്ബിൻ്റെ കാരുണ്യമാണ്. അത് നമ്മളെല്ലാ വിഷയത്തിലും മനസ്സിലാക്കണം. എന്ത് നമുക്ക് കിട്ടണമെങ്കിലും റബ്ബിൻ്റെ കാരുണ്യം ഉണ്ടാകണം. ആ കാരുണ്യം കൊണ്ടാണ്. മാത്രമല്ല, അടുത്ത വാചകം ശ്രദ്ധിച്ചോ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, നിനക്ക് അവരോട് സൗമ്യമായി പെരുമാറാൻ സാധിച്ചത് ആ കാരുണ്യം കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് റസൂലിനെ അവർ നശിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നിട്ടോ വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്, നബിയെ നീ ഒരു ഫല്ലായിരുന്നുവെങ്കിൽ, ഫല്ല് എന്ന് പറഞ്ഞാൽ പരുഷ സ്വഭാവിയാണ്, ഗലീലൽ ഖൽബി കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, ലം ഫദ്ദു മിൻ ഹൗലിക്, ആരെങ്കിലും ഉണ്ടാവോ? ചുറ്റും ഉണ്ടാവില്ല, എല്ലാവരും പിരിഞ്ഞു. എന്തുകൊണ്ടാണ് നബിൻ്റെ കൂടെ ആൾ നിന്നത്? ഭയങ്കര സംഭവമല്ല അത്. അത് ശരിക്കും നമ്മൾ ഓർക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അതാണ് അടുത്ത പേര് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ആൾക്കാരെ മാറ്റാൻ ശ്രമിക്കലുണ്ട്, പക്ഷെ ആരും മാറണില്ല. എൻ്റെ കുടുംബം പോലും മാറണില്ല. നമ്മളങ്ങനെ പറയും, എൻ്റെ മക്കൾ പോലും മാറണില്ല. എന്താ കാരണം? ഞാൻ എത്ര പറഞ്ഞിട്ടും എൻ്റെ ഭാര്യ കേൾക്കണില്ല, എൻ്റെ ഭർത്താവ് കേൾക്കണില്ല, എൻ്റെ സഹോദരന്മാർ കേൾക്കണില്ല, എൻ്റെ മക്കൾ കേൾക്കണില്ല. എന്താ പ്രശ്നം എന്നറിയോ? അടുത്തത് വായിച്ചോ, ഫഅഫു അൻഹും. അതില്ല. അഫു കാണിക്കണം. അഫു ഇല്ലെങ്കിൽ മാറ്റമുണ്ടാക്കാൻ കഴിയില്ല. അഫു എന്ന് പറഞ്ഞാൽ എന്താ? വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, മാപ്പ് കൊടുക്കണം. അഫ എന്ന് പറഞ്ഞാൽ മായിച്ചു എന്നാണ്. ഭയങ്കര രസമുള്ള പദമുണ്ട്. ജീവിതം പറയുന്നിടത്ത്, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ഫഹദറുഹും വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു. 3 കാര്യം ചെയ്താലേ ജീവിതം ഉണ്ടാവൂ എന്ന് പറയുന്നുണ്ട്. അതിലെ ഒന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. കുടുംബജീവിതം ഉണ്ടാണെങ്കിൽ 3 ചെയ്യണം. ഇവിടെ അഫു മാത്രമാണ് പറഞ്ഞത്. സാമൂഹ്യ ജീവിതത്തിന് അത് മതി. മാപ്പ് കൊടുക്കണം. ഒരിക്കലും പ്രതികാര ബുദ്ധിയോടുകൂടി ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യരുത്. ഫഅഫു അൻഹും. നിങ്ങൾക്ക് സാമൂഹ്യ ജീവിതം വിജയിക്കണോ, കുടുംബജീവിതം വിജയിക്കണോ, മക്കൾ നന്നാകണോ, ഭാര്യ നന്നാകണോ, ഭർത്താവ് നന്നാകണോ, ഇതാ വഴി. പോരാ, അടുത്തത് വസ്തഗ്ഫിർ ലഹും. എന്നോട് തെറ്റ് ചെയ്ത എൻ്റെ കുടുംബത്തോട്, എൻ്റെ മക്കളോട്, എൻ്റെ സമൂഹത്തോട്, എൻ്റെ അയൽവാസികളോട് എനിക്ക് ക്രൂരതയോ വെറുപ്പോ പ്രതികാര വാഞ്ചയോ പാടില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവെ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അതാണ് ഇസ്തിഗ്ഫാർ. പറ്റുമോ? വസ്തഗ്ഫിർ ലഹും. ഇനി 3ാമത്തെ സ്റ്റെപ്പ് ഭയങ്കര. എന്താ അറിയോ? വശാവിർഹും ഫിൽ അംർ. നിങ്ങളുടെ കാര്യങ്ങളിൽ അവരുമായി മുഷാവറ നടത്തണം. അതോടുകൂടി എന്തായി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ കരുതുന്നത് ശത്രുവാന്നാ. ആ വാക്കേ നമ്മൾക്ക് പറയാനറിയുള്ളൂ. മുഷാവറ പിന്നല്ലേ. അവരോട് കൂടി ആലോചിക്കണം. നമ്മളിങ്ങനെ ചെയ്താലോ? റസൂലുള്ളാഹിക്ക് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത രീതി അതാണ്. ആ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഈ രീതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 1 ഫഅഫു അൻഹും, 2 വസ്തഗ്ഫിർ ലഹും, 3 ഫശാവിർഹും ഫിൽ അംർ. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ഏത് പ്രശ്നവും അവസാനിക്കും. പരിശോധിച്ചു നോക്കോ. കാരണം അത് അള്ളാഹ് പറഞ്ഞതാ. മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഇത്ര മനോഹരമായി മനുഷ്യൻ്റെ സൈക്കോളജി ഒരു ശക്തിക്കും പറയാൻ കഴിയില്ല. ഇത് 3 ജീവിതം വിജയിക്കാൻ വേറെ വഴിയില്ല. ഇത് റസൂലുള്ളാഹ് പഠിപ്പിച്ചതാ. ഏത് സ്ഥലവും നിങ്ങൾ പരിശോധിച്ചു. എന്നിട്ട് റസൂലിനോട് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. ഇതൊക്കെ റസൂല് മരിച്ചുപോയി, പിന്നെ എന്തിനാ ഖുർആനിൽ നമ്മളോടാ? ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നിനക്ക് ജീവിതം വിജയിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. നീ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ, അസംത എന്നാട്ടാ പറഞ്ഞത്. അസീമത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് മുസ്ലിം സമൂഹം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ഇസ്തിഖാറത്ത്. ഇസ്തിഖാറത്തിന് ശേഷം എങ്ങോട്ട് പോകാവൂ? അസീമത്തിലേക്ക്. അസീമത്ത് എന്ന് പറഞ്ഞാൽ അവസാന തീരുമാനമാണ്, അന്ത്യ തീരുമാനം. ഈ അന്ത്യ തീരുമാനത്തിന് മുമ്പ് ദുആഉൽ ഇസ്തിഖാറ പഠിപ്പിച്ചു തന്നു, സലാത്തുൽ ഇസ്തിഖാറ പഠിപ്പിച്ചു. നമ്മൾ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ട് വേണം എവിടേക്ക് പോകാൻ? അസീമത്തിലേക്ക് പോയാലോ? അസീമത്ത് എന്താ? ഡിസിഷനാണ്. അതിലേക്ക് പോയാൽ പിന്നെ കുലുങ്ങരുത്, പിന്നെ ആടരുത്. പക്ഷേ അത് പൊടുന്നതിന് വരരുത്.
അത് നമ്മൾ ചോദിക്കണം. ആരോടാ ചോദിക്കേണ്ടത്? റബ്ബിനോട് ചോദിക്കണം. ഇതാരെ പഠിപ്പിക്കണത്? ആരെ പഠിപ്പിക്കണത്? അള്ളാഹുവിൻ്റെ റസൂലിനെ. നമ്മൾ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടാണ് ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളിലും നമ്മൾ പരാജയപ്പെട്ടത്? ഇതാ കാരണം. അസീമത്തിലേക്ക് എത്തിയില്ല. അസീമത്തിലേക്ക് എത്തുന്നതിന് മുള്ളൊരു സ്റ്റെപ്പുണ്ട്, ഇസ്തിഖാറത്ത്. അത് കഴിഞ്ഞിട്ട് എത്തിയാൽ ഫതവക്കൽ അലല്ലാഹ്, പിന്നെ കുലുങ്ങരുത്. എൻ്റെ കൂടെ അള്ളണ്ട്, നീ അള്ളാഹുവിനെ ഏൽപ്പിക്ക്. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, ഒരു വല്ലാത്ത വാക്കാ. അങ്ങനെ ഏൽപ്പിക്കുന്നവരെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാ. അപ്പം അള്ളാഹ് ഏറ്റെടുക്കും, അള്ളാഹ് നടക്കും. ഇതാണ് പ്രായോഗികമായ ജീവിത രീതി. ഇതാണ്, നോക്കൂ, എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു ഇൻറ്റേർണൽ ഒരു ഡിസിപ്ലിൻ, ഒരു ആന്തരികമായ അച്ചടക്കം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വേണം, എൻ്റെ കുടുംബത്തിൽ വേണം, എൻ്റെ സമൂഹത്തിൽ വേണം, എൻ്റെ സംഘത്തിൽ വേണം, എൻ്റെ സംഘടനയിൽ വേണം, എൻ്റെ സ്ഥാപനത്തിൽ വേണം എന്നൊക്കെ ആലോചിക്കുന്നവർ വളരെ കൃത്യമായി ആലോചിക്കേണ്ടതാണ്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ പറഞ്ഞു വന്നത് നബിയുടെ രണ്ടാമത്തേത് മാത്രമാട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ. ഭയങ്കര അത് സ്നേഹത്തിൽ നിന്ന് വന്ന് വാത്സല്യത്തിലൂടെ, നോക്കൂ, അഫുവിലെത്തി, ഇസ്തിഗ്ഫാറിലെത്തി, മുഷാവറയിലെത്തണം. ഞാൻ അവനോട് ചോദിക്കൂല എന്നല്ല പറയേണ്ടത്. അല്ലേ, ഇന്ന് പിതാക്കൾ പോലും മക്കളെക്കുറിച്ച് പറഞ്ഞു, ഞാൻ അവനോട് ചോദിക്കൂല. എന്താ? അവൻ മിസ്ഗൈഡ് ചെയ്യുന്നവർ. മിസ്ഗൈഡ് ചെയ്യുന്ന എങ്ങനെ നമ്മളങ്ങ് തീരുമാനിക്കല്? മിസ്ഗൈഡ് ചെയ്യുന്നു പറ്റൂല. മാറിയേ തീരൂ, അപ്പോഴേ വിജയിക്കൂ. അതാണ് റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതാണ് നബിദിനം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് നമ്മൾ നബിദിനാക്കേണ്ടത്. അല്ലാതെ സിന്ദാബാദ് വിളിച്ചാലും തോരണം തൂക്കിയാലും ഒന്നും നബിദിനാവില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിൽ. നോക്കൂ, മനുഷ്യന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ ഒരു ഗുണം അത്യത്ഭുതമാണ്. തളർന്ന മനുഷ്യർക്ക് നബി ഒരു കുളിരായിരുന്നു. എത്ര ചരിത്രം അറിയും. റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ ആരും തളർന്നില്ലല്ലോ. പ്രായമായവർ, പ്രയാസമനുഭവിക്കുന്നവർ, രോഗമനുഭവിക്കുന്നവർ, വൈകല്യമുള്ളവർ, ഭയങ്കരമായിരുന്നു. എങ്ങനെയാണ് കുളിരായത്? അള്ളാഹുവിൻ്റെ റസൂലിനെ തളർത്തിയിട്ട് എങ്ങനെയാണ് തളർന്നവനെ സഹായിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അലം യജിദ്ക യതീമൻ ഫആവ. റസൂലുള്ള യതീമായ കഥ നമ്മളിവിടെ ഒരിക്കൽ പറഞ്ഞല്ലോ അല്ലേ? ആ യതീമായ കഥ നിങ്ങൾ കേട്ടില്ലേ? മദീനത്തേക്ക് ഉമ്മാൻ്റെ കയ്യും പിടിച്ചു പോയ കഥ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ബാപ്പൻ്റെ കബറിൻ്റെ അടുത്ത് പോയി നിന്നപ്പോൾ ഉണ്ടായ അവസ്ഥ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അലം യജിദ്ക യതീമൻ ഫആവ എന്നുള്ള വചനം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ റസൂല ഓർത്തത് അതാണ്. പറഞ്ഞില്ലേ, വവജദക ളാല്ലൻ ഫഹദാ. എന്താ ളാല് എന്ന് പറഞ്ഞാൽ? ഹിദായത്ത് കിട്ടാതെ വഴിവഴിച്ചു എന്നല്ല അവിടെ ളാല് പറഞ്ഞ. വവജദക ളാല്ലൻ ഫഹദാ, ആരുണ്ടായില്ല ഗൈഡ് ചെയ്യാൻ. ആരുണ്ടാവില്ല, പ്രയാസപ്പെടും. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചെറുപ്പക്കാരനായ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. പിന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തല്ലേ എത്തുന്നത്? നിങ്ങൾ കണ്ടില്ലേ? അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നത്. എന്താണ് അതിൻ്റെ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഉപ്പാൻ്റെ കബറ് കാണാൻ പോയി, തിരിച്ചു വരുമ്പോൾ ഉമ്മയും പോയി. ഡബിൾ യതീം. ഉമ്മയും പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ രംഗം. പിന്നെ ആരുമില്ല. ഇനി വായിച്ചു നോക്ക്. വവജദക ളാല്ലൻ. ഇനി എനിക്കാരാള്? അങ്ങനെ ആക്കി റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനറിയോ? അതാണ് ശരിക്കും എക്സ്പീരിയൻസ്. ജീവിതത്തെ അങ്ങനെ പഠിപ്പിച്ചു. ഫഹദാ. എന്നിട്ട് മാറിയല്ലോ, അബ്ദുൽ മുത്തലിബിനെ കൊടുത്തു. പക്ഷേ എത്ര കുറച്ച് ദിവസം അറിയാം അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിൽ? 5-6 മാസം പോയില്ലേ? പിന്നെയും ഒക്കെ ഭയങ്കര പ്രയാസമായിരുന്നു നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമുൽ ഹുസൻ എന്ന് നബി പേരിട്ടില്ലേ? അബൂ താലിബും ഖദീജയും മരിച്ച വർഷത്തെ ആമുൽ ഹുസൻ, ദുഃഖവർഷം. ചരിത്രം അങ്ങനെയാണ് വിളിച്ചത്. അത്രമാത്രം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി മനസ്സിലാക്കി എങ്ങനെയാണ് എന്ന്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ, നോക്ക്, റസൂലുള്ള ജീവിച്ചപ്പോൾ ചുറ്റുഭാഗവുമുള്ള വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന, തളർന്ന എല്ലാ മനുഷ്യർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്ങായി.
ഇത് പഠിപ്പിച്ചിട്ടാണ് റസൂലിനോട് പറഞ്ഞത് ഫഅമ്മൽ യതീമ ഫലാ. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് കിട്ടുക? ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. നോക്കൂ, എൻ്റെ അനുഭവം അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഞാൻ വളർന്ന് വലുതായാൽ ഒരു യതീമിനെ ആട്ടാൻ എനിക്ക് കഴിയൂല. അതാ പഠിപ്പിച്ച് ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അടുത്ത വാചകം എന്താ? വഅമ്മസ്സായില ഫലാ തൻഹർ. പറ്റുമോ? വഅമ്മസ്സായില ഫലാ തൻഹർ. ചോദിച്ചു വരുന്ന ഒരുത്തനോട് പോലും പോ എന്ന് പറഞ്ഞ് നീ അവനെ ദൂരെയാക്കരുത്. പറ്റൂല. എങ്ങനെ? അവരെയൊക്കെ ചേർത്ത് നിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം അനുഭവങ്ങളിലൂടെ പരിശീലിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ ചരിത്രം എഴുതിയ ചരിത്ര തത്വശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് എന്താ നിങ്ങൾക്ക്? ചുട്ടുപൊള്ളുന്ന എല്ലാം നശിച്ച് കരിഞ്ഞു പോയ ഒരു പ്രദേശം, ആ പ്രദേശത്തേക്ക് ഒരു ചെറിയ മഴ വന്നതുപോലെയാണ് നബിയെ ആ സമൂഹം അനുഭവിച്ചത്. എന്ത് മനോഹരല്ലേ! ഒരു ചെറിയ മഴ വന്നതുപോലെ. നമ്മൾ സമയം കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. നബിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മക്കക്കാരാ അല്ലേ? പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എങ്ങനെയാണ് മക്ക വിജയം, ഫത്ഹ് മക്ക ഉണ്ടായപ്പോൾ മക്കക്കാർ നബിയെ എതിരേറ്റത് എന്ന്? എങ്ങനെ മാറി? നബി എന്തെങ്കിലും കൊടുത്തോ? അത് ശരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്ത ഒരു മാറ്റം ഇതായിരുന്നു നബി. നമ്മളെപ്പോഴും മനസ്സിലാക്കുക സഹോദരന്മാരെ, നമുക്ക് അല്ലാഹു ഒരു വേദന തരുന്നുവെങ്കിൽ, ഒരു പ്രതിസന്ധി വരുന്നുവെങ്കിൽ, ഒരുപാട് ആൾക്കാരുണ്ടാവും വേദന അനുഭവിച്ചവർ, പ്രതിസന്ധി, പട്ടിണി കിടന്നവർ, പ്രതിസന്ധി അനുഭവിച്ചവർ, ജോലിയില്ലാതെ കുടുങ്ങിയവർ, രോഗം വന്നപ്പോൾ ചികിത്സിക്കാൻ നിവൃത്തിയിൽ ഒരുപാട് ആൾക്കാരില്ലേ? എന്തിനാറിയത്? എന്തിനാ? നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, നിങ്ങളെ റസൂലിന് അങ്ങനെ കിട്ടിയില്ലേ? മനസ്സിലാക്കാനോ? എന്ത് മനസ്സിലാക്കാൻ? ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ്സായില ഫലാ തൻഹർ. ഇനി അവസാനത്തെ നിങ്ങൾ വായിച്ച് പൂർത്തിയാക്കണം. എന്താ അവസാനത്തെ വരി? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഞാൻ സത്യം ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായണോ എന്താന്നുള്ളത്? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. എടോ, നീ നിന്റെ റബ്ബ് നിനക്ക് നൽകിയ നിഅമത്തിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാവൂ. ഇന്ന് എന്തിനെ പറ്റിയാ നമ്മൾ പറയല്? എന്തിനെ പറ്റിയാ പറയല്? ഒന്നാലോചിച്ച് നോക്കി. എന്താ വർത്താനം എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്താ പറഞ്ഞു തുടങ്ങല്? അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങൾ ശാരീരികാവസ്ഥ എന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞു തുടങ്ങല്? നമുക്ക് റൈറ്റിലെ കുട്ടികളെ പറയാൻ അവകാശമല്ല. നമ്മൾ പറയേണ്ടത് എന്താ? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ അനുഭവിച്ചതിൻ്റെ ഒരു ചെറിയ അംശം ജീവിതത്തിലെ പ്രതിസന്ധികളായി നമുക്ക് ഫീൽ ചെയ്തിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? അത് അനുഭവിച്ച പ്രതിസന്ധികളുടെ മേൽ പ്രതിസന്ധികൾ അനുഭവിപ്പിച്ചിട്ട് റസൂലുള്ളാഹിനോട് പറയാ, റസൂലേ അത് പറയാനല്ല, അതൊരു ലൈഫ് എക്സ്പീരിയൻസിന് വേണ്ടി തന്നതാ. നിങ്ങൾ പറയേണ്ടത്, സംസാരിക്കേണ്ടത് വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിങ്ങൾ ചരിത്രം പരിശോധിക്കണം. ചരിത്രകാരന്മാരല്ലാതെ, അല്ലെങ്കിൽ ഇന്നെപ്പോലെ പ്രസംഗിക്കണ വയത് പറയുന്ന ആൾക്കാരല്ലാതെ വേറെ ആരെങ്കിലും ഏതെങ്കിലും ഒരു സഹാബിയോ റസൂലോ കഷ്ടപ്പെട്ട കഥ അവരാരെങ്കിലും പറഞ്ഞോ? പരിശോധിച്ചു നോക്കിയേ നിങ്ങൾ. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കേൾക്കല്ലോ, ബിലാൽ ഇബ്നു റബാഹ പറഞ്ഞോ? ബിലാൽ റളിയല്ലാഹു അൻഹു എവിടെയെങ്കിലും? ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഒരു വാചകം വന്നു തൊള്ളേന്ന്, വായേന്ന്. അമ്മാർ പറഞ്ഞിട്ടുണ്ടോ? അമ്മാർ ഇബ്നു യാസിർ പറഞ്ഞിട്ടുണ്ടോ? സുമയ്യ പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ സഹോദരിമാർ കേൾക്കണം. സുമയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അയ്യോ എന്നുള്ള വാക്ക് നമ്മളെ ഡിക്ഷണറിയിൽ ഉണ്ടാകാൻ പാടില്ല. അയ്യോ, നോ. നമ്മളെടുത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി, അതാണ് നമ്മൾ അയ്യോ. മറ്റേ ഇല്ല നമുക്ക്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലൈഫ് എക്സ്പീരിയൻസാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്, അങ്ങനെ പഠിക്കേണ്ടത്.
അതാണ്. അപ്പം അതുകൊണ്ട് അവസാനിപ്പിക്കുക. എന്നാണ് നബിദിനം എന്ന് ചോദിച്ചാൽ എന്നും നബിദിന. ഇനി മുതൽ എല്ലാ ദിവസവും നബിദിന. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ നബിദിനം. മനസ്സിലായി? അല്ലാതെ നിങ്ങൾ ഭയങ്കര വാശിയാണ്, നിസ്കരിക്കുമ്പോൾ അവിടെ ഉയർത്തണം, ഇവിടെ ആക്കണം, അതൊന്നുമല്ല. അല്ലെങ്കിൽ നിസ്കാരം സ്വീകരിക്കൂല, അത് വേറെ വിഷയമാണ്. അത് ഇതല്ല. റസൂലിനെ ഫോളോ ചെയ്യണം. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാത്ത ഒരു സെക്കൻഡ് പോലുമില്ലാത്ത അവസ്ഥ വേണം. ഞാനൊരു മഹാനായ മനുഷ്യൻ്റെ ദർസിൽ ഒരുപാട് കാലം പഠിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ. നിങ്ങൾ അത്ഭുതപ്പെടും പറഞ്ഞ, പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ദർസിലിരിക്കുമ്പോൾ, സദസ്സിലിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ജനങ്ങളിങ്ങനെ സംശയം ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ സംശയം കേൾക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? സംശയം കേൾക്കുമ്പോഴും അദ്ദേഹം പറയും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എന്താ മനസ്സിലായി എനിക്ക് വല്ലു? നമ്മൾ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു, ഓ ഷെയ്ഖ്, എങ്ങനെയാണ് കേൾക്കുകയും പറയുകയും ചെയ്യണ ഒരേ സമയത്ത്? കാരണം ഇത് ഈ മൈക്രോഫോണുള്ളത് കൊണ്ടേ പുറത്തേക്ക് ഇങ്ങനെ കേൾക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിനെക്കുറിച്ച് സഹാബത്ത് വിശദീകരിച്ചു തന്നിട്ട് അതെന്തായിരുന്നു? റസൂലുള്ള ഉപദേശം ചെയ്തു, ലാ യസാലു ലിസാനുക റുതബൻ മിൻ ദിക്രില്ലാഹ്. അതായിരുന്നു റസൂൽ. ഏതെങ്കിലും ഒരു ദിവസം വട്ടം കൂടിയിരുന്ന് ചെല്ലണേൻ്റെ പേരല്ല കൂട്ടരെ ദിക്റ്. അല്ല, ഒരു സെക്കൻഡ് സമയം നമുക്ക് കിട്ടിയാൽ നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ ചിന്ത അതായിരിക്കണം. ഒരു സെക്കൻഡ് കിട്ടിയാൽ നമുക്കിതിങ്ങനെ നീക്കാനേ നേരമുള്ളൂ. എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം പോയി ആഘോഷിച്ചാലൊന്നും റസൂലിനോടുള്ള ഹുബ്ബാവില്ല, സ്നേഹാവില്ല, നബിദിനാവില്ല. നബിദിനാണെങ്കിൽ റസൂൽ ജീവിച്ച മാതിരി ഇങ്ങനെ ജീവിച്ച് അത് കാണിച്ചു തന്നത് സഹാബത്ത് കാണിച്ചു തന്നു, താബിഈകൾ കാണിച്ചു തന്നു, നല്ല നല്ല മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. നമ്മളതിനെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാഹു തആല ആ രീതിയിൽ റസൂലിനെ ഇത്തിബാഅ് ചെയ്യുന്ന, യഥാർത്ഥ സുന്നത്ത് ഉൾക്കൊള്ളുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിശേഷിച്ച് ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു അവർക്ക് നീ ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. ഫലസ്തീനിലെ ഞങ്ങളുടെ കുട്ടികൾക്ക് റബ്ബേ നീ ഭക്ഷണം നൽകണമേ, വിശാലമായ ഭക്ഷണം അവർക്ക് നീ നൽകണമേ. കഷ്ടപ്പാടുകളിൽ നിന്ന് അവരെ നീ കാത്ത് രക്ഷിക്കണമേ. അല്ലാഹുവിൻ്റെ റസൂലെ, സെക്കൻഡുകൾ മതി റബ്ബേ. ഞങ്ങളിൽ വന്ന എന്തെങ്കിലും തെറ്റുകളുടെ തിന്മകളുടെ കാരണമാണ് പരീക്ഷണമെങ്കിൽ അവയിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക وأتوب إليه.